ഒരാളെ പറ്റിക്കാൻ പെടാനുള്ള ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ പറ്റിക്കപ്പെട്ടിരിക്കും. റിസ്ക് എലമെന്റ് ഉണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ. ഇതിന്റെ പിന്നിൽ കുറെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, ഇപ്പോൾ നിരന്തരം പല ന്യൂസിൽ കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ക്രൈസിസ് അവർക്കുണ്ട്, സ്കിൽ ഷോർട്ടേജ് അവർക്കുണ്ട്, കഴിവുള്ള ആൾക്കാരുടെ കുറവ് അവർക്കുണ്ട്. അപ്പോൾ അവർ എടുക്കും എന്ന് പറയുന്നത് അവർക്ക് ഇമിഗ്രേഷൻ വേണം. ദേശത്ത് ആൾ വന്ന് പണിയെടുത്താൽ അവർ പല പ്രൊജക്റ്റും നടത്തുള്ളൂ. കുറെ രാജ്യത്ത് ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമായിട്ട് എല്ലാം ഓൺലൈൻ ആവുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. നമസ്കാരം. ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എന്റെ പേര് മനോ, ഞാൻ എംബയർ ഓവർസീസ് റിക്രൂട്ട്മെന്റ് ഇന്ത്യൻ ഓപ്പറേഷൻസ് മാനേജറാണ്. എന്റെ കൂടെ നിന്നുള്ളത് മിസ്റ്റർ നിതിൻ നോവർ, CEO ആണ്. സാർ വെൽക്കം. സാറൊന്നും വേണ്ട, നിതിൻ ചേട്ടാ വെൽക്കം. ഓക്കെ. ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു മേഖലയാണ് വർക്കിന് വേണ്ടി വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് എഡ്യൂക്കേഷൻ വിസ ചെയ്തിരുന്ന എംപയർ റിക്രൂട്ട്മെന്റ് ബിസിനസ് ജോബ് വിസ കൂടി ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്തതിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇതിന്റെ ഒരു നോക്കി കാണുന്നു? ഹൈ റിസ്ക് ഉള്ളൊരു ബിസിനസ്സാണിത്. കാരണം കസ്റ്റമറുടെ വലിയ പൈസ ഇൻവോൾവ് ആണ്. പക്ഷെ അതിനനുസരിച്ച് തന്നെ വലിയൊരു സാധ്യതയുള്ള ഒരു മാർക്കറ്റാണ്. ഏത് കാലത്തും നടക്കുന്ന ഒരു ബിസിനസ്സാണ്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ ഹ്യൂമൻ ലേബർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിന്റെ ഡിമാൻഡ് എപ്പോഴും ലോകത്തിൽ പല സമയത്ത് പല രീതിയിലായിരിക്കും. ഓരോ രാജ്യത്തും ഓരോ ഡെവലപ്മെന്റ് വരുന്ന ഒരു കൺട്രിയുടെ എക്കോണമി ബൂം ചെയ്യണ പോലെ പെട്ടെന്നൊരു സ്ഥലങ്ങളിൽ വർക്ക് ഫോഴ്സിന്റെ ആവശ്യം വരും. ഈ ഒരു ബിസിനസ് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഈ പനാമ കനാൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ സൂയസ് കനാൽ ഉണ്ടാക്കുക, ഇതിന്റെ ഭാഗമായിട്ടാണ് കുറെ പേരെ പണ്ട് മൈഗ്രേഷൻ നടന്നിട്ടുള്ളത് പല കോണ്ടിനെന്റ്സ് ടു കോണ്ടിനെന്റ്സിൽ നിന്ന്. അപ്പൊ അതേപോലെ ഇപ്പോ ഗൾഫിലേക്കും കുറെ മൈഗ്രേഷൻ നടന്നുണ്ട്. ഈ ബിസിനസ് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോ കുറെ റിസ്ക് എലമെന്റ് ഉണ്ട് ഈ ബിസിനസ് ചെയ്യുമ്പോൾ. സെയിം ടൈം കുറെ സ്കാമും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വളരെ സുതാര്യമായി വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് ഒരു സ്ഥാപനമാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്ഥാപനമാവാനാണ് ശ്രമിക്കുന്നത്. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ. ഒരു ഇന്ത്യൻ ജോബ് സീക്കർ എന്തുകൊണ്ട് വിദേശത്ത് ജോലി അന്വേഷിക്കണം? അല്ല, ഒബ്വിയസ്ലി അവിടത്തെ സാലറി ആണ് അട്രാക്റ്റീവ് തിങ് എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ എന്ത് ജോലിയാണെങ്കിലും അതിനേക്കാൾ ഒരു വലിയ ഡിഫറൻസ് ആണ് അവിടുത്തെ സാലറി ആയിരിക്കുക. പിന്നെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അവരുടെ റൈറ്റ്സ്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, സേഫ്റ്റി, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങൾ കുറേ കൂടി ഒരു മോഡേൺ ഔട്ട്ലുക്ക് ഉള്ളതുകൊണ്ട് മെയിനായിട്ട് അട്രാക്റ്റീവ് തിങ് എന്ന് പറയുന്നത് സാലറിയാണ്. മലയാളികൾക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ്, ഇന്ത്യൻസിന് ഒരു അഡ്വാൻറ്റേജ്, ലോകത്ത് എവിടെയും പോയി ഏത് ഓപ്പർച്യൂണിറ്റിയും ഗ്രാബ് ചെയ്ത് അത് എങ്ങനെയെങ്കിലുമൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ കഴിവുള്ളൊരു വിഭാഗമാണ് മലയാളികൾ. ആ ഒരു പാക്കേജ് കണ്ടിട്ട് ഇവിടുന്ന് കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ട്രെൻഡ് ഉണ്ടായിരുന്നത് ഗൾഫിലേക്കാണ് കുറേ പേര് പോയിട്ടുള്ളത്. എന്നാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മലയാളികളുണ്ട്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ ശ്രമിച്ചുകൊണ്ടിരിക്കും ടു മൈഗ്രേറ്റ് ടു എ ബെറ്റർ കൺട്രി. ഇന്ത്യയിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. സാലറിയും ഇപ്പോഴത്തെ ഒരു ടാക്സ് സിസ്റ്റവും അത്രയും നമുക്ക് ഇച്ചിരി ഫേവറബിൾ അല്ല. ബിസിനസ്സുകാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വർക്കേഴ്സിനെ സംബന്ധിച്ച് അതുമാണ് വിഷയം. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു വർക്കിംഗ് ഫെസിലിറ്റീസ് ഇവിടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ് ഈ ഡിമാൻഡ് എന്നും ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിദേശത്ത് ജോലി ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ ചേട്ടന്? ഞാനൊരു ഈ പറഞ്ഞ പോലെ വിദേശത്തേക്ക് ഒരു 18 വയസ്സിൽ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ്. അവിടെ നമ്മൾ ഒരു ജീവിച്ചിട്ടുള്ള മുഴുവനും പല ടൈപ്പ് പ്രവാസികളുടെ കൂടെ തന്നെയാണ് പല രാജ്യത്തും ഞാൻ താമസിച്ചിട്ടുണ്ട്. സെയിം ടൈം ഞാൻ പല ജോലി ചെയ്തിട്ടുണ്ട്. ആസ് എ സ്റ്റുഡൻറ്റ്, ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളത്. സ്റ്റുഡൻറ്റ് ജോബ്സ് എല്ലാ ടൈപ്പ് ജോലി, ഡിഷ് വാഷർ ആ ഒരു ടൈപ്പ് എന്നാണ് നമ്മുടെ ഒരു സ്റ്റാർട്ട്. കോൾ സെൻറ്റേഴ്സ്, വുഡ് ഫാക്ടറി, പാക്കിംഗ് ഫാക്ടറി, ഷെഫ്, അങ്ങനെ പല ടൈപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്റേൺഷിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പതിയെ ഒരു 10-22 വയസ്സായപ്പോഴേക്കും ഞാൻ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു കാലയളവിൽ ഒരു 7-8 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഷോർട്ട് പീരീഡ്സിന്. ഓക്കെ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഗൾഫ് കൺട്രീസ് ആണ് മേജർ ഷെയർ. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് എന്തായാലും നമ്മളൊരു എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാൾ ഗൾഫിലുണ്ടാവും. അല്ല, മലയാളീസിന്റെ കാര്യത്തിൽ ഗൾഫാണ്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് കാനഡയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാർ വളരെ കൂടുതൽ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ കൺട്രിക്കും അതിൻ്റെതായ ആ ഒരു എത്തിനിസിറ്റിയുള്ള ആൾക്കാരുടെ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ മലയാളീസ് കുറെ പോയിട്ടുണ്ടെന്നാണ് ഒരു ഐഡിയ. കാനഡയ്ക്കും മറ്റേ ഗൾഫിനും പുറമെ വേറെ ഏതൊക്കെ കൺട്രീസിലാണ് മെയിനായിട്ട്? എല്ലാ രാജ്യത്തും ഇന്ത്യക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ ഉഗാണ്ട പോയി ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു റിമോട്ട് ആയിട്ടുള്ള ഒരു ഏഷ്യൻ രാജ്യമാണ്, ആഫ്രിക്കൻ രാജ്യത്ത് നിങ്ങൾ ആഫ്രിക്കയിലും ഇന്ത്യൻസ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻസ് എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ് അതിന്റെ വാസ്തവം. പക്ഷെ കൂടുതൽ ആൾക്കാർ നമ്മൾ അറിയും, കൂടുതൽ മന്നു നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ നമ്മൾ അറിയുന്നത് ഗൾഫായിരിക്കും, മലയാളികളുടെ. ഇതിന്റെയൊക്കെ ഒരു സാലറി ഒക്കെ ഏത് രീതിയിലുണ്ടാവുക ഈ കമ്പയർ ടു ഇങ്ങനെ കൺട്രികൾ വെച്ച് മാറുമ്പോൾ?
ഓരോ കൺട്രിയുടെ എക്കോണമി വെച്ചിട്ടാണ് ഓരോരുത്തരും മിനിമം സാലറി ഉണ്ടാവും. ചില സ്ഥലത്ത് നമുക്ക് മണിക്കൂറിന് കറൻസിയിൽ പറഞ്ഞാൽ ഒരു 300 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 500 രൂപ, 1000 രൂപ, 1500 രൂപ വരെ ഒരു മണിക്കൂറിന് സാലറി കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വലിയ രാജ്യങ്ങളാവുമ്പോൾ അവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും അത്ര കൂടുതലായിരിക്കും. ചെറിയ സാലറി കൊടുക്കുന്ന രാജ്യമാണെങ്കിൽ മേ ബി ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഏത് സെക്ടർ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ജോബാണ് കൂടുതലും പുറത്തുള്ള മൈഗ്രേഷന് ഹെൽപ്ഫുൾ ആവുക? ഐ മീൻ ഒരു വർക്കർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാ സെക്ടറിൽ നിന്നും ഇവിടുന്ന് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിം എഡ്യൂക്കേഷനും സെയിം എക്സ്പീരിയൻസും സെയിം സ്കിൽ സെറ്റുള്ള ആൾക്കാരെ അവിടെ കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ വേറൊരു രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രൊഫഷനിൽ അവരുടെ സിറ്റിസൻസിനാണ് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു സ്കിൽ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത പക്ഷം മാത്രമാണ് പുറത്തുനിന്ന് ഹയറിംഗ് നടക്കുക. എല്ലാ സെക്ടറിലും ഹയറിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ കൺട്രി ടു കൺട്രി അവരുടെ സ്കിൽ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഹയറിംഗ്. ഇന്ത്യ പോലെ തന്നെ മറ്റു പല കൺട്രീസും ഇതേമാതിരി മൈഗ്രേഷൻ നടക്കുന്നുണ്ടാവല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഒരു പുറത്തുള്ള ഒരു എംപ്ലോയർ ഇന്ത്യക്കാരെ പ്രിഫർ ചെയ്യണം? ഇന്ത്യക്കാരെ പ്രിഫർ ചെയ്യില്ല. ചെയ്യില്ല. അതാദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനെ ഒരു ഇമിഗ്രേഷന്റെ ഒരു ഭാഗമായിട്ട് കാണുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിന് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് അല്ല. കാരണം ഇന്ത്യ എന്ന് പറയാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു തേർഡ് വേൾഡ് നേഷൻ എന്ന രീതിയിലാണ് ഈ ഇമിഗ്രേഷൻ വേൾഡിൽ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയും ചില പാകിസ്ഥാൻ പാസ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ സത്യം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പാകിസ്ഥാൻ. അവൻ പറയാം ഞങ്ങൾ ഇത് ഇമിഗ്രേഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻകാർ വെറുതെ ഒന്ന് പേടിക്കും. കാരണം ഒരു ടെററിസം അത് സാധനം വരും. പക്ഷെ ഇന്ത്യക്കാരെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഇതില്ലെങ്കിലും ഇന്ത്യക്കാരൊരു തേർഡ് വേൾഡ് നേഷൻ എന്ന രീതിയിലാണ് കാണുന്നത്. മൂന്നാം ലോകം എന്ന രീതിയിലാണ് അവര് വെസ്റ്റേൺ വേൾഡ് കാണുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ഒക്കെ ആ ഒരു അത്രയും വലിയ വാല്യൂ ഉള്ള പാസ്പോർട്ട് അല്ല. ഇന്ത്യ ആണ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട്, വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് കൺട്രി ടു മൈഗ്രേറ്റ് ഫ്രം. ഇപ്പൊ ഒരാള് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് പ്രൊഫഷനൊന്നും ആള് തുടങ്ങിയിട്ടില്ല, കരിയറിന്റെ ബിഗിനിങ് എന്ന് വെക്കുക. ഇന്ത്യയിൽ നിന്ന് ട്രെയിനിങ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുക. അപ്പൊ വാട്ട് കൈൻഡ് ഓഫ് ജോബ്, ഏത് ജോബ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടി വരിക? മീൻസ് സ്കിൽ എങ്ങനത്തെ സ്കിൽഡ് ആണോ അതോ ഒന്നുകൂടി എക്സിക്യൂട്ടീവ് ടൈപ്പ് ആണോ? ഏതിനായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? വലിയ ഒരു ഭയങ്കര സീരിയസ് ജോബ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ സയന്റിസ്റ്റ് ആവാന്ന് പറയുമ്പോൾ സയന്റിസ്റ്റിനെ റിക്രൂട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ സയന്റിസ്റ്റുകൾ പോകുന്നുണ്ട്. പക്ഷെ അവരുടെ റിക്വയർമെന്റ് കുറവായിരിക്കും. നിങ്ങൾ അത്രയും സ്കിൽഡ് ആയാൽ മാത്രമേ നമ്പർ ഓഫ് വേക്കൻസീസ് കുറവായിരിക്കും. അത്രയും ഐഡിയ ഉള്ള ആളാണെങ്കിൽ അത്രയും ഇപ്പം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്, ആ ലെവലിൽ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ അങ്ങനത്തെ പ്രൊജക്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി അങ്ങനെയൊക്കെ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് പോകാം. അത്രയും ഒരു എക്സ്പേർട്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം. ഒരു ആവറേജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. എക്സ്പേർട്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എങ്ങനെ അവർ തന്നെ കമ്പനി റിസർച്ച് ചെയ്ത് അവരുടെ പ്രൊഫൈൽ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് അവർക്ക് കയറി പോകാൻ പറ്റും. ഇതില് അതിന്റെ താഴെയുള്ള വരുന്ന ആൾക്കാർക്കാണ് പിന്നെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനി ഹയറിംഗ് നടത്തുമ്പോൾ അവർക്ക് ആൾക്കാരുടെ നല്ലൊരു കമ്പനി ആണെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സിന് ഒരുപാട് ആൾക്കാർ സിമിലർ സെയിം കൈൻഡ് ഓഫ് പ്രൊഫൈൽ. ഇപ്പൊ എനിക്ക് ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ മാസ്റ്റേഴ്സ് ഇപ്പോൾ കോമൺ ആയി, ഡിഗ്രി എന്ന് പറയുമ്പോൾ മിനിമമായി, മാസ്റ്റേഴ്സ് ഇപ്പോൾ കോമൺ ആയി. അപ്പോൾ മാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ള ആ മേഖലയിൽ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വേക്കൻസീസ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ജോബിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ഹയർ ചെയ്യണം. അപ്പോൾ അവരുടെ സിറ്റിയിലുള്ള കുട്ടികളെയും അവരുടെ നാട്ടിലുള്ള കുട്ടികളെ ആദ്യം പ്രിഫർ ചെയ്യും. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു സ്കില്ലോ എക്സ്ട്രാ ഓർഡിനറി ഒരു അക്കാഡമിക് ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതൊരു ആവറേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹയറിംഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് ജോബ്സിന് കിട്ടാൻ പാടാണ്. കമ്പനി അതിൻ്റെ ഇടയിൽ ഏജൻസി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒരു വളരെ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം പറഞ്ഞ ഒരു ഇൻഡസ്ട്രി തുടങ്ങണം. അപ്പോൾ ഇൻഡസ്ട്രിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഹോസ്പിറ്റൽ തുടങ്ങണം, വലിയൊരു പ്രൊജക്റ്റ് വരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ ഒരു 100 പെയിൻറ്റർ വേണം, അല്ലെങ്കിൽ ഇത്ര ഇലക്ട്രീഷ്യനെ വേണം, ഇത്ര വെൽഡറെ വേണം. അങ്ങനത്തെ പരിപാടി എന്ന് പറയുമ്പോൾ അവർ റിക്രൂട്ട്മെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു അന്യ രാജ്യത്ത് വേറൊരു കമ്പനി വന്നൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കോടാനുകോടിയുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അത്രയധികം വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാന്നുള്ളത് വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഇതാണ് അവർ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനീസിന് അതിന്റെ ആ ജോബ് അവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും, നമ്മൾ സബ് കോൺട്രാക്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ. അപ്പോൾ അങ്ങനത്തെ മേഖലയിലുള്ള വർക്കേഴ്സ്, ഉദാഹരണം പറഞ്ഞാൽ ഈ അങ്ങനെയാണ് വരാം. അതൊരു ചിലപ്പോൾ ഒരു സെർട്ടൻ പീരീഡ്, ഒരു 5 കൊല്ലത്തെ പ്രൊജക്ട്, ഒരു 3 കൊല്ലത്തെ പ്രൊജക്ട് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പ്രൊജക്ട് കഴിയുമ്പോൾ വർക്കേഴ്സിനെ അവർ വിടും ചെയ്യും, ചിലപ്പോൾ അവർ കമ്പനിയിൽ സ്ഥിരാക്കും ചെയ്യും. അങ്ങനെ ചിലർ സബ് കോൺട്രാക്ട് എടുത്തായിരിക്കും വർക്ക് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നതനുസരിച്ചാണ് റിക്വയർമെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാധാരണ ഡിഗ്രിക്കാര്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ കിട്ടാൻ, ഞാൻ പറഞ്ഞില്ലേ കിട്ടില്ല എന്നല്ല, പക്ഷെ അതിന് നിങ്ങൾക്ക് ആ ലെവൽ ഓഫ് ഇത് വേണം. നിങ്ങളുടെ ഇത് പ്രൊഫൈൽ അത്രയും അടിപൊളിയായിരിക്കണം. ബാക്കി നിങ്ങൾക്ക് വലിയ വോളിയത്തിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ സെക്ടേഴ്സിലാണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലാണ് വലിയ വോളിയത്തിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇതിൽ ഏകദേശം മിനിമം എന്തോരം എക്സ്പീരിയൻസ് വെച്ച് അവരെടുക്കും?
അല്ല, ഓരോ രാജ്യത്തും ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് അവരെപ്പോഴും കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസ്, ഇപ്പോൾ നിങ്ങൾ ജർമ്മനി, US, UK, കാനഡ, ഓസ്ട്രേലിയ, ഇവരൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ നാട്ടിലേക്ക് ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ക്രൈസിസ് അവർക്ക് ഉണ്ട്, സ്കിൽ ഷോർട്ടേജ് അവർക്ക് ഉണ്ട്, കഴിവുള്ള ആൾക്കാരുടെ കുറവ് അവർക്ക് ഉണ്ട്. അപ്പോൾ അവർ എടുക്കും എന്ന് പറയുന്നത് അവർക്ക് ഇമിഗ്രേഷൻ വേണം. ദേശത്ത് നിന്ന് ആൾ വന്ന് പണിയെടുത്താൽ അവർ പല പ്രൊജക്റ്റും നടക്കുള്ളൂ. അപ്പോൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത്രയും ഒരു ഇന്ത്യയിൽ നിന്ന് അതിലൊരു മൈഗ്രേഷൻ നടക്കുക അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം അവർക്ക് ആ രാജ്യത്തേക്ക് വേണ്ടു. പിന്നെ അവരും അവരുടെ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് ഡാറ്റ നോക്കുന്നുണ്ട്. സ്കിൽ ഷോർട്ടേജ് ഉള്ള ആൾക്കാർ അവരുടെ വെബ്സൈറ്റുകളിൽ ഇടാറുണ്ട്. ഇതാണ് അവർ പ്രൊമോട്ട് ചെയ്യണം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അവർ ഈ വലിയ വെസ്റ്റേൺ കൺട്രീസിന് അത്രയും ക്രീമി പീപ്പിൾ എന്ന് പറയില്ലേ, ഒരു സൊസൈറ്റിയിൽ ഏറ്റവും ടോപ്പ് ലൈനിൽ നിൽക്കുന്ന ക്രീമി പീപ്പിളിനെ മതി അവർക്കെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തോട്ടെ, ഇവിടുത്തെ ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആൾക്കാരും ഏറ്റവും മിടുക്കന്മാരെ മാത്രം അവർ എടുത്ത. അപ്പോൾ അവർ ഇമിഗ്രേഷൻ അവർ അത്ര സ്ട്രിക്റ്റ് ആക്കിയേക്കാണ് വലിയ വെസ്റ്റേൺ കൺട്രീസ്. അപ്പോൾ അവർക്ക് അവരുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡിഗ്രി മാസ്റ്റേഴ്സ് നിർബന്ധമായിട്ട് വേണ്ടി വരായിരിക്കും, അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ടി വരായിരിക്കും. ചിലർ യങ് പീപ്പിൾ എടുക്കുള്ളൂ. ഇപ്പം കാനഡയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വയസ്സ് കൂടുന്തോറും നമ്മുടെ CR സ്കോർ കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രായം കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ മൈഗ്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് യങ് പീപ്പിൾ. അപ്പോൾ ചെറിയ യൂത്ത് ആയിരിക്കുക എന്നുള്ളതും ചില സമയത്ത് അത് അഡ്വാൻറ്റേജും ആണ്, ചില കൺട്രിയിലെ ഡിസഡ്വാൻറ്റേജും ആണ്. നിങ്ങൾ എക്സ്പേർട്ട് അല്ല എന്നുള്ളൊരു കാറ്റഗറി. ഇപ്പോൾ 5 years എക്സ്പീരിയൻസ് വേണം. അപ്പോൾ മെയിൻലി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആ സെക്ടറിലെ ജോലിയാണോ നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ ആ മേഖലയിലെ എക്സ്പീരിയൻസ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതാണ് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഈ എമിഗ്രേഷന്റെ പ്രൊസീജിയറും പ്രോസസ്സൊക്കെ എങ്ങനെ, ഒരു ചെറിയൊരു ബ്രീഫ് തരാം? ഇമിഗ്രേഷന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും ഓരോ ഇമിഗ്രേഷൻ പ്രോസസ്സാണ്. നിങ്ങളെ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡും ആയിരിക്കും. വിസ പ്രോസസ്സിങ് സംഭവം ഇപ്പോൾ കാലം പുരോഗമിച്ചു, എല്ലാ ഇൻഫർമേഷൻ ഇന്റർനെറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇത് ഏജൻസി നടത്തുന്ന ബിസിനസ്സാണ്. അപ്പോൾ അവർ അത് പബ്ലിക്കിന് ഈസി ആയിട്ട് ആക്സസിബിൾ ആക്കുന്ന രീതിയിലായിരിക്കില്ല ഈ ഗവൺമെന്റ് സൈറ്റ്സ് ഒക്കെ. അപ്പോയിന്റ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ ഡേറ്റ് കിട്ടുക, ഇതെല്ലാം വലിയ രാജ്യം തൊട്ട് ചെറിയ രാജ്യം തൊട്ട് അവർ ഓരോരുത്തർ ഒരു ത്രൂ ഒരു ചാനൽ പോയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. പക്ഷെ അല്ലാതെ പോണവരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആദ്യം ഒരു ജോബ് കണ്ടുപിടിക്കുക, ഒരു ഫൈൻഡ് വേക്കൻസി, ഫൈൻഡ് എ ജോബ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് അവരുടെ അതാത് കൺട്രിയുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് നിങ്ങൾ വിസയ്ക്ക് എംബസിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഇമിഗ്രേഷൻ പ്രോസസ്സ്. അതെല്ലാം കൂടി നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് ഓരോ കൺട്രിക്കും ഓരോ ഡിഫറെന്റ് പ്രൊസീജിയർ ആണ്. ഓരോ രാജ്യത്ത് ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമായിട്ട് എല്ലാം ഓൺലൈൻ ആവുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ടു പ്രോസസ് ആപ്ലിക്കേഷൻ ഫാസ്റ്റർ. ഇത്രയൊക്കെ പ്രോസസ്സ് ഇതിന് പിന്നിലുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ കുറെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിരന്തരം പല ന്യൂസിൽ കാണാറുണ്ട്. അതിന്റെയൊക്കെ ഒരു കാരണം എന്തായിരിക്കും എന്ന് തോന്നുന്നു? തട്ടിപ്പെന്ന് വെച്ചാൽ നമ്മുടെ നടക്കുന്നത് ഒരാളെ പറ്റിക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ പറ്റിക്കപ്പെട്ടിരിക്കും. അത് എങ്ങനെയൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് അവയർനെസ് ഇല്ല എന്നുള്ളത്, ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ ഈ പറ്റിക്കൽ നടക്കണത്. ആൾക്കാർ കൊണ്ട് ഈ കാശ് കൊടുക്കണത് കൊണ്ടാണ് ഏജന്റ് കാശ് മേടിച്ചിട്ട് ഇവര് കസ്റ്റമർ ആയാലും എന്നെ എങ്ങനെയും ഒന്ന് അവിടെ എത്തിക്കൂ, എനിക്ക് പ്രൊഫൈലില്ല, ഞാൻ വേണം ഒരു 5 ലക്ഷം തരാം, ഇങ്ങനെ പറയുമ്പോൾ ഇവർ 5 ആളെടുത്ത് പോയി പറയുമ്പോൾ ഡെസ്പറേഷനിൽ ഇവർ പറയുമ്പോൾ ഏതിലൊരു ഏജന്റ് അങ്ങനെ ഉണ്ടായിപ്പോവാണ്. അവനെ പൈസ മേടിച്ചിട്ട് പിന്നെ അവൻ ആലോചിക്കുന്നത് എങ്ങനെ ഇത് ബിസിയാക്കണം, എങ്ങനെ ഇത് കൊണ്ടുവരാൻ പറ്റുന്നു. ഇമിഗ്രേഷൻ പരിപാടി അങ്ങനെ എളുപ്പമല്ല എന്നുള്ളതാണ് വേറെ വാസ്തവം. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ നിൽക്കണമെന്ന് ബാസ്കറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും എക്സ്പേർട്ട് ലെവൽ കാറ്റഗറി ആൾക്കാരുണ്ട്, നല്ല വിദ്യാഭ്യാസം, നല്ല എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവർക്ക് അറിയാം എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യണം, അവർക്ക് ഓഫീസ് ഇങ്ങോട്ട് വരും, അവരുടെ കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക്. അപ്പോൾ എക്സ്പേർട്ട് കാറ്റഗറി ആൾക്കാരുണ്ട്, അവർക്ക് അറിയാം എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ റിക്രൂട്ട്മെന്റ് ഒന്നും ഒരിക്കലും ഏജൻസി വഴി നിങ്ങൾക്ക് അങ്ങനത്തെ വേക്കൻസി വരില്ല. നിങ്ങൾ ഡയറക്റ്റ്ലി കമ്പനീസിന് ഡയറക്റ്റ്ലി ഇമെയിൽ അയക്കുക, നിങ്ങളുടെ പ്രൊഫൈൽ കാണിച്ചു കൊടുക്കുക, അവരുടെ പൊസിഷൻസിൽ അപ്ലൈ ചെയ്യുക. അങ്ങനത്തെ പൈസ ശമ്പളം തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യുക. പിന്നെ സെക്കൻഡ്, അവിടെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതേപോലെ നിങ്ങളൊരു ചിലപ്പോൾ അത്രയും ബ്രില്യൻ്റ് അല്ല, നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ എടുത്തില്ല, നിങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ, ചെറിയ പ്രായമാണെങ്കിൽ, വിദേശത്താണ് നിങ്ങൾക്ക് എത്തേണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ് വിസയിൽ കയറി പോകാന്നുള്ളതാണ് എൻ്റെ വേറൊരു റെക്കമെൻഡേഷൻ. ചിലപ്പോൾ നമ്മളിങ്ങനെ അയച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇവിടെയും നല്ല പഠിക്കുന്ന, ഇപ്പോൾ നമ്മൾ എവിടെ ഏത് സ്കൂൾ എടുത്താലും 95% മാർക്ക് പഠിച്ച ഒരുപാട് പിള്ളേരുണ്ടാവും. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന പിള്ളേരും മാർക്കുള്ള പിള്ളേരും അതും കൂടുതലുണ്ട്, അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് അങ്ങനെ ശ്രമിക്കാം, ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കമ്പനീസിനും യൂണിവേഴ്സിറ്റീസിനും. ഡയറക്റ്റ്ലി വേറെ ഏജൻസിനെ ആശ്രയിക്കാതെ. നിങ്ങൾ അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് വിസ എടുത്തിട്ട് ആ രാജ്യത്ത്, നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് എത്തേണ്ട രാജ്യത്ത് നിങ്ങൾ പോയി അവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കമ്പനിയിൽ കയറിക്കൂടാൻ ശ്രമിക്കുക. ഓൾറെഡി നിങ്ങൾ ആ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ മൈഗ്രേഷൻ ഈസ് മച്ച് ഈസിയർ. നമ്മളൊരു ഇവിടെ നിൽക്കുന്ന ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറിന് വിസ എടുത്തിട്ട് നിങ്ങളൊരു US പോലത്തെ രാജ്യത്തേക്ക് പോകണേക്കാൾ എളുപ്പമായിരിക്കും ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ആദ്യം സ്റ്റുഡൻറ് വിസ എടുത്തിട്ട് USA പോയിട്ട് അവിടുന്ന് ഒരു കമ്പനി ഇന്റർവ്യൂ കൊടുത്ത് ഇംപ്രസ് ചെയ്ത് കയറാനായിരിക്കും. ദാറ്റ് ഈസ് എൻ ഈസിയർ റൂട്ട് ഫോർ
ദീസ് കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എഞ്ചിനീയർ ആണ്, ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ആൾക്കാർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക. IT പ്രൊഫഷണൽസ് ആണ്, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ 1000 പേർക്ക് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി ഒരു 10 പേരോ 5 പേരോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു റിവേർട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രതീക്ഷ വിടാതെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള ചരിത്രമുണ്ട്. അതിൽ നിന്ന് നല്ല സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരിക്കലും ജോലി നമ്മുടെ അടുത്തേക്ക് വരില്ല, ജോലി നമ്മൾ അന്വേഷിച്ചു പോകണം. അപ്പോൾ ഈ 2 ആൾക്കാർക്ക് അങ്ങനെയാണ്. ഇനി ഇതല്ല, ഇതിന്റെ തേർഡ് കാറ്റഗറി എന്ന് പറയുമ്പം സ്കിൽഡ് വർക്ക് മൈഗ്രേഷൻ ആണ്. ഈ സ്കിൽഡ് വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന പോലെ BCom പഠിച്ചു എന്നോ അല്ലെങ്കിൽ BSc പഠിച്ചു അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സെക്ടറിൽ ഞാൻ പറഞ്ഞല്ലോ, അത് ആ കമ്പനീസ് ഡയറക്റ്റ് ആയിരിക്കും അവര് റിക്രൂട്ട് ചെയ്യണത് ഒരു കൂടുതൽ സാധ്യതകളും. അപ്പോൾ അങ്ങനത്തെ കോഴ്സസ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു സെക്ടറിലല്ല നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺസ്കിൽഡിനെ അപ്ലൈ ചെയ്ത് പോവാതിരിക്കാൻ ശ്രമിക്കുക. സ്കിൽഡ് വർക്കേഴ്സിന്റെ ഡിമാൻഡ് കൂടുതലുള്ള സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, എക്സ്പേർട്ട് എന്ന കാറ്റഗറിയിൽ അവർ വരില്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് കെയർ മേഖലയിൽ നേഴ്സസ്, നേഴ്സസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് വെൽഡേഴ്സ്, ഫിറ്റേഴ്സ്, സാൻഡ് ബ്ലാസ്റ്റേഴ്സ്, ആ ഒരു ടൈപ്പ് ഓഫ് ഒരു പ്രത്യേകമായ ഒരു സ്കിൽ അറിയുന്ന ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർ, ട്രക്ക് ഡ്രൈവേഴ്സ്, ഇപ്പൊ ഇതൊക്കെയാണ് സ്കിൽഡ് വർക്ക് എന്ന് പറയുന്ന മേഖലയിൽ വരുന്നത്. നിങ്ങൾക്ക് ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പരിപാടി ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് മുഖാന്തരം നടക്കുന്നുണ്ട്. പിന്നെ ഡിമാൻഡായിട്ട് ഉള്ള ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പേർട്ട് കാറ്റഗറി അല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹെൽത്ത് കെയർ സെക്ടറാണ്. നേഴ്സസ്, അതേപോലെ IT പ്രൊഫഷണൽസിന്റെ മാസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഒരു കൺട്രിയിൽ IT ഹബ്ബുകളൊക്കെ വരുന്നതനുസരിച്ചിട്ട് കുറെ IT-കാർ ഒരുമിച്ച് വരേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞ പോലെ ലേബർ ഷോർട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ജനസംഖ്യ ഇല്ല. ഒരു പ്രത്യേക ഒരു പ്രൊജക്ട് വരുമ്പോൾ പെട്ടെന്ന് ഇത്രയും ടൈപ്പ് ആൾക്കാരെ ആവശ്യം വരും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചിന്തിക്കുക. ഒരു വലിയൊരു സൈറ്റ് വരുമ്പോൾ, ഒരു സീപോർട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് വരുന്നു, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അവിടെ വേണ്ടത് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ്, ഇൻഡസ്ട്രി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് വർക്കേഴ്സിനാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുമല്ലോ, വെൽഡേഴ്സ്, ബ്രിക്ലേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ജോബ് നമ്മുടെ ഗൾഫിലേക്കായാലും പണ്ടുമായി ഒരു പ്രത്യേക സ്കിൽ, ഫാബ്രിക്കേറ്റർ, ഫോർമാൻ, ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ മേഖലയിൽ ജോലിയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പിള്ളേർ അങ്ങനെ പഠിക്കുന്നവർ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോഴും മിഡിൽ ഈസ്റ്റിലേക്ക് ആയാലും അങ്ങനത്തെ ജോലിക്ക് കൂടുതൽ പോകുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. കേരളത്തിൽ ആ ട്രെൻഡ് പോയി. കേരളത്തിൽ ഇപ്പോൾ സ്കിൽഡ് വർക്കിങ്ങിൽ കുട്ടികൾ പോക്ക് കുറവാണ്. കൂടുതലും ഈ ഡിഗ്രിക്കാര് ആണ് പോണത്. അങ്ങനത്തെ ആൾക്കാരെ ഇങ്ങനത്തെ ജോലിക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഈ ഫേക്ക് പ്രശ്നം ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ പിള്ളേരെ ആൾക്കാർ പെട്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് വിസ എങ്ങനെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഐഡിയയിൽ ഇതിനെ കമ്മിറ്റ് ചെയ്യും. അപ്പോൾ അവരെങ്ങനെ ഈ ഏജന്റും പറയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ വെൽഡറാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവൻ പൈസ 5 ലക്ഷം കൊടുത്തു അവൻ പോയി, അല്ലെങ്കിൽ 3 ലക്ഷം കൊടുത്ത് അവൻ പോയി, അവൻ അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ കമ്പനി പിടിച്ച് പുറത്താക്കും. അല്ലെങ്കിൽ അങ്ങനെ പുറത്താക്കുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ എംബസി റിജക്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ നിങ്ങളുടെ ജോബ് അല്ല അവിടെ നടക്കണേ എന്ന ഒരു ആണെങ്കിൽ നിങ്ങൾ ആ ജോബിന് അപ്ലൈ ചെയ്യാതിരിക്കുക. ഒരിക്കലും ഒരു സ്കില്ലില്ലാത്ത ഒരാൾ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രം സ്കിൽഡ് ജോബിന് അപ്ലൈ ചെയ്യാതിരിക്കുക. അവന് ഒന്നെങ്കിൽ ഇവിടെ പെടും, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് വിടും. പിന്നെ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ്. ഈ അൺസ്കിൽഡിലാണ് ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത്. സ്കാം നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ലും അറിയാതെ, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പാക്കിംഗ് ജോബ് ഉണ്ട്, ഡ്രൈവിംഗ് ജോബ് ഉണ്ട്, എന്തെങ്കിലും ഒരു ജോബ് ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് വിസ തരാം, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കാം. ഇങ്ങനത്തെ സ്കീമുകളിൽ നിങ്ങൾ പോയി തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈ റിസ്ക് ആണ്. അത് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വേക്കൻസി ശരിക്കും പറഞ്ഞാൽ നിലവിലില്ല. അത് അങ്ങനെ, കാരണം ഇപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ പോലും ഒരു എഞ്ചിനീയർ പോയിട്ട് ഒരു പാക്കിംഗ് ജോബിന് പോയാൽ അവൻ അവിടെ നിൽക്കില്ല, അവൻ ചാടിപ്പോവും. കാരണം അവന്റെ ലക്ഷ്യം അതല്ല, പാക്കിംഗ് ജോബിന് നിൽക്കാന്നല്ല. അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്കാരൻ പോയിട്ട് നിൽക്കില്ല, അവൻ കുറച്ചാൾ കഴിഞ്ഞ് ചാടിപ്പോവും, അവന് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇട്ട് ചാടിപ്പോവും. അപ്പോൾ അവിടെ അവര് നോട്ട് ചെയ്യും അങ്ങനത്തെ ഇമിഗ്രൻസ് ഇവിടെ ഇല്ലീഗലി ഇമിഗ്രേറ്റ് ചെയ്ത് വേറെ പർപ്പസ് ചെയ്ത് ജീവിക്കുന്നു. പിന്നെ ആ കൺട്രിയുടെ ആ പൈപ്പ് ലൈൻ അടയും. ഇപ്പോൾ സെക്കൻഡ് സെറ്റോ തേർഡ് സെറ്റിലോ ആൾക്കാരെ പിടിക്കും. അങ്ങനെ ആകുമ്പോഴാണ് ഇവിടെ ഫയല് ബ്ലോക്ക് ആയി പോണത്. ഇവർക്ക് അങ്ങനെ ഇതിനു മുമ്പ് അവർ പറയും ഞങ്ങൾ 50 പേര് വിട്ടുണ്ട്, അല്ലെങ്കിൽ 100 പേര് വിട്ടുണ്ട്, ചിലപ്പോൾ സത്യമായിരിക്കാം. പക്ഷെ അത് ജോലിക്കാർ പോയിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ മാത്രം ആ കമ്പനിക്ക് വീണ്ടും വിസ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 100 പേര്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ലിത്വേനിയ എന്ന് പറഞ്ഞ കൺട്രിയിൽ 10,000-ഓളം ഇന്ത്യക്കാരാണ് മൈഗ്രേറ്റ് ചെയ്തത് കഴിഞ്ഞ 2 വർഷമായിട്ട്. ഇപ്പോൾ അവർ ഇന്ത്യൻസിനെ മൊത്തം ബാൻ ചെയ്തു. ഇന്ത്യയിൽ നിങ്ങൾക്ക് എംബസി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. അവർ ഇന്ത്യനെ അത്രയും മോശപ്പെട്ട ഒരു കൺട്രി ആയിട്ട് അവർ ആക്കിയെന്ന് തന്നെ പറയാം. സിമിലർ ആണ്, വളരെ വോളിയം, എനിക്ക് നമ്പർ അറിയില്ല, അതിലും കൂടുതൽ ആൾക്കാരാണ് പോളണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. ഈ പോളണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ഒരു സമയത്ത് പോളണ്ട് വർക്ക് വിസ കുറെ അടിച്ച് വന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റയടിക്ക് എംബസി അത് ഐഡന്റിഫൈ ചെയ്ത് വർക്ക് വിസ
സ്പെസിഫിക് ഡേറ്റ് ജെന്യൂൻ ആയിട്ട് വർക്ക് അറിയുന്ന ഒരാൾക്ക് പോലും അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തൊരു സാഹചര്യമായി പോളണ്ടിൽ. അപ്പോൾ ഈ ഗവൺമെന്റ് ഏജൻസീസ് ഈ ഇമിഗ്രേഷൻ സംഭവങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവരെ പോളിസി ചേഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡാറ്റ എല്ലാത്തിനും ഡാറ്റ ഉണ്ടല്ലോ. എത്ര നിങ്ങൾ വന്നു ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ നാടിന്റെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരു മിനിമം സാലറി കൊടുത്താൽ ഒരു ഫോറിനറെ നിർത്താൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 1000 euro ആണ് നിങ്ങളുടെ മിനിമം സാലറി ഉണ്ടെങ്കിൽ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരു 40-45% ഈവൻ 50% ടാക്സസ് ഉള്ള കൺട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1000 euro ആണ് മിനിമം സാലറി കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾ ജോലി എടുത്താലും എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി തന്നാലും തന്നില്ല, സാലറി തരാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കോൺട്രാക്ട് അങ്ങനെയാണ്. നിങ്ങൾ ഇത്ര സമയം പണി എടുക്കണം എന്നുള്ളതും ഇത്ര സമയം നിങ്ങളെ കൊണ്ട് പണി എടുപ്പിക്കുക എന്നുള്ളതും അവരുടെ ആവശ്യമാണ്. പണി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി തരേണ്ടതും അവരുടെ ആവശ്യമാണ്. പക്ഷെ അതൊന്നും അല്ല ശരിക്കും നടക്കണേ. എന്നാലും കോൺട്രാക്ട് എങ്ങനെയാണ്. അപ്പൊ എന്താ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടേ പോലും ഇല്ലേ പോലും ഗവൺമെന്റിന് ടാക്സ് അടച്ചാൽ ഒരു ഫോറിനറെ നമുക്ക് ഇപ്പൊ നമ്മളൊരു കമ്പനി നടത്താണെങ്കിൽ എനിക്ക് അവനെ സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ ഏത് മൊമെന്റ് അവൻ ആ കമ്പനിയിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ ആ മൊമെന്റിൽ കമ്പനീസ് ഗവൺമെന്റ് അതോറിറ്റീസിനെ അറിയിക്കും, ഇവൻ ഈ ദിവസം ഒന്നും കമ്പനിയിൽ വന്നിട്ടില്ല, ഇവന്റെ ടാക്സ് ഞാൻ അടക്കില്ല, ഇമ്മീഡിയറ്റ്ലി അവനെ പിടിച്ച് പുറത്താക്കും. കാരണം കമ്പനിക്ക് ഒരു ലയബിലിറ്റി ആണ് ഒരു വർക്കർ. നമ്മള് നോ ഷോ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവരെ ക്യാൻസൽ ചെയ്യും, അവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യും. അപ്പോ എന്തുകൊണ്ടാണ് തട്ടിപ്പ് ഒരുപാട് കൂടുന്നു ഈ സമയത്ത് ഈ ഫീൽഡിൽ? അല്ല, ഇത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുടെ അവയർനെസ് ഇല്ലായ്മയാണ്. അവര് ഒരു പ്രത്യേകമായൊരു കഴിവില്ലാത്തൊരാള് ഒരു സ്കിൽഡ് ജോബിന് അപ്ലൈ ചെയ്യുകയും ആ ജോലിക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് പ്രശ്നം. ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാണ്ട് ഏജൻസ് അൺസ്കിൽഡ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിസ്ക് കൂടണം. ഒരു സ്കിൽഡ് ജോബ് ആണെങ്കിൽ സ്കിൽഡ് ജോബ് ആയിട്ടുള്ള ആൾക്കാരും തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്കിൽഡ് കാറ്റഗറി ഇപ്പോൾ ഒരു നേഴ്സാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കിൽഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യാപകമായി സ്കാം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്കാമുകൾ നിയന്ത്രിക്കാനായിട്ട് ഗവൺമെന്റ് ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിങ്ങൾ ഇവിടെ ഈ പോണ ഇമിഗ്രൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവര് ഈ ഏജൻസിന് ഒരു ലൈസൻസ് വേണം. ലൈസൻസ് ഒരു മാൻ പവർ കമ്പനിയിലോ റിക്രൂട്ട്മെന്റ് ഏജൻസിനെ മാത്രം നിങ്ങൾ ബന്ധപ്പെടാം. അവർ മേടിക്കുന്ന പൈസ കൂടുതലാണോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ റോഡ് സൈഡ് ഏജൻസി മേടിക്കുന്നേക്കാളും പരിമിതമായ പൈസയാണ് അവര് മേടിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. പിന്നെ ഇത് ഈ കമ്പനി ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സൈറ്റിൽ കയറിയിട്ട് ലൈസൻസ് ഉള്ള കമ്പനിയാണോ എന്ന് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുക. ആ കമ്പനിയുടെ പേരും ആ കമ്പനിയുടെ അഡ്രസ്സും ആ കമ്പനിയുടെ സിറ്റിയും നിങ്ങൾക്ക് അവിടെ ആ ലിസ്റ്റ് ഉണ്ട് ആക്റ്റീവായിട്ട് ലൈസൻസ് ഉള്ള ആൾക്കാർ. അപ്പോൾ ഈ ലൈസൻസ് ഉള്ള കമ്പനി കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഗവൺമെന്റ് ഈ ലൈസൻസ് വേണ്ട കമ്പനികളിൽ നിന്ന് വലിയൊരു തുക ക്യാപിറ്റൽ മേടിച്ചു വെച്ചിട്ടാണ് ഈ ലൈസൻസ് കമ്പനീസിന് കൊടുക്കുന്നത്. നിങ്ങൾ പറ്റിക്കപ്പെടില്ല. പറ്റിക്കപ്പെട്ടാലും ഗവൺമെന്റ് അതിന്റെ ഒരു ഇപ്പൊ നമ്മൾ പറയും ആർ ബി ഐ അണ്ടറിൽ വരുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റുകൾ സേഫ് ആണെന്ന് പറഞ്ഞ പോലെ ഒരു ഇമിഗ്രേഷൻ പ്രോസസ് ഒരു പോളിസി ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു വോളിയം ഓഫ് വിസ റിജക്ഷൻ വരുന്നു എന്ന് വരാം. പക്ഷെ എന്നാൽ കൂടി നിങ്ങളുടെ പൈസ സേഫ് ആയിരിക്കും. നിങ്ങളൊരു മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഇമിഗ്രൻസ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ കൂടെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വേണം സ്കിൽഡ് വർക്കേഴ്സിന് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ അല്ലാതെ ഇതല്ലാതെ ഒരു വെറുതെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടതുകൊണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രീലാൻസർ ഏജന്റിന് നിങ്ങൾ ഫയൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആ പർട്ടിക്കുലർ വ്യക്തിനെ ഈ റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉള്ള കമ്പനിക്ക് അത്രയും അവർ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും വളരെയധികം ചെക്ക് നടത്തിയിട്ടാണ് ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ വരുന്ന ഏജൻസിനെ വിശ്വസിച്ച് നിങ്ങളെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചതിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു ബോധം നമ്മുടെ മലയാളികൾക്ക് ഉണ്ടെങ്കിൽ വലിയ സാമ്പത്തികമായി അവർ രക്ഷപ്പെടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈസ കുറവാണെന്ന് കാണുമ്പോൾ സ്വർണ്ണം പകുതിയിലേക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ കുറെ പേര് പോയി ക്യൂ നിൽക്കുന്ന പറഞ്ഞ പോലെ ആൾക്കാർ കൊണ്ട് പൈസ കൊടുക്കും. അവര് റോഡ് സൈഡ് ഏജൻസ് അട്രാക്റ്റീവ് പാക്കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ഡീലുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ലൈസൻസ് നിങ്ങളുടെ നാടുകളിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് അനുസരിച്ച് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിലൂടെ മാത്രം അപേക്ഷിച്ചാൽ നിങ്ങളുടെ പൈസ ഒരു പരിധി വരെ സേഫ് ആയിരിക്കുന്നതാണ്. ഈ സ്കാം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കിൽ എന്താണോ സ്കില്ലുള്ള ഇതിൽ മാത്രം പോവുക. പിന്നെ ഇവിടെ വേറൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി ഒരിക്കലും ഒരു ലൈസൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ഒരു അൺസ്കിൽഡ് വ്യക്തി പോയിട്ട് എങ്ങനെയും യൂറോപ്പിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ അവര് അത് ചെയ്യില്ല. കാരണം അവർക്ക് അങ്ങനത്തെ വേക്കൻസി ഇല്ല. ആ കമ്പനിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്രൂട്ട്മെന്റ് കമ്പനിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്പനിയായിട്ട് കോൺട്രാക്ട് ഉണ്ട്. അവിടെ ഇന്ന ജോലിക്ക് നേഴ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സിനെ കൊടുക്കണം. അല്ലാണ്ട് അമ്മാമ്മേനെ നോക്കി എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം നമുക്ക് നേഴ്സായിട്ട് പോവാം എന്നല്ല. അങ്ങനെ ആ പണി ചെയ്യുന്നവനും പണി അറിയുന്നവനും മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ. പക്ഷേ റോഡ് സൈഡ് ഏജൻസി എന്തുകൊണ്ട് ഇത്രയും പോപ്പുലർ ആവണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു
സ്കില്ലില്ലാത്തവനും പൈസ കൊടുത്ത് അവർ കയറ്റി കൊണ്ടുപോകാം എന്നുള്ളൊരു വാഗ്ദാനമാണ് ഇവരെ അട്രാക്ട് ചെയ്യുന്ന വേറൊരു കാര്യം. അങ്ങനെ ഇപ്പൊ ഒരു എഞ്ചിനീയർ കൊണ്ടുപോയിട്ട് വെൽഡറുടെ ജോലിക്ക് കൊടുക്കും, അല്ലെങ്കിൽ വെറും ഒരു ഡിഗ്രിക്കാരൻ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ ഒരു ജോലിക്ക് കൊടുക്കും, അല്ലെങ്കിൽ അൺസ്കിൽഡ് ജോബിന് തന്നെ അവർ അപ്ലൈ ചെയ്യും. വെയർ ഹൗസ്, പാക്കിംഗ്, അങ്ങനെ ഇങ്ങനെയാണ്, ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞ ജോബിന് അപ്ലൈ ചെയ്യും. ഈ ജോബ് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നടക്കാനുള്ളതല്ല. നടന്നു ഒരു 100 പേര് കയറി പോയി കഴിഞ്ഞാൽ തന്നെ ഈ 100 പേര് അവിടെ പോയി ഈ പോണവർക്ക് തന്നെ അറിയാം അവരാ ചാടാനാ പോണം. അപ്പൊ അവർ ചാടി പോയി കഴിഞ്ഞാല് അടുത്ത സെറ്റ് ആൾക്കാരെ എംബസി പിടിക്കും. അപ്പൊ നെക്സ്റ്റ് സെറ്റ് ആൾക്കാർ മൊത്തത്തിൽ ഇവർ പെടും. ഏജന്റ് ഈ പൈസ ചെലവായി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഏജന്റിന്റെ കുറ്റമായിരിക്കില്ല. പല സാഹചര്യത്തിൽ 5-6 ഏജന്റ് ഉണ്ടാവും. ഒരു ഫയൽ തന്നെ ഇവൻ വേറെ മറ്റവന് കൊടുക്കും, മറ്റവന് കൊടുക്കും. അങ്ങനെ ചിലപ്പോൾ 1,50,000 സംഭവമായിരിക്കും. കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അത് 8 ലക്ഷം 10 ലക്ഷം ആവുന്നത്. അപ്പൊ ഇതിൽ 10 ഏജന്റ് ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ ഏതൊരു ഏജന്റ് പൈസ എടുത്ത് മുക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ ചിലപ്പോൾ നമ്മൾ പൈസ കസ്റ്റമറിന് മേടിച്ച ആളായിരിക്കില്ല ശരിക്കും പൈസ മുക്കിയത്, പക്ഷെ ആ കസ്റ്റമറിന് മേടിക്കണം പെടും. അങ്ങനെ പല സ്കാമാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പർട്ടിക്കുലർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി നിങ്ങളെ ഹയർ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ജോലി ചെയ്യണം, ശമ്പളം തരണം, മിനിമം സാലറി നിങ്ങൾക്ക് തന്നിരിക്കണം. ഇതൊന്നും നടന്നില്ലെങ്കിലും ആ എംപ്ലോയർ ഗവൺമെന്റിൽ ഒരു ടാക്സ് ലൈബിലിറ്റിയാണ്. മാസം അവന്റെ പേരിൽ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കണം. ചിലപ്പോൾ ഒരു മാസം 50,000-60,000 വരെ, 50,000-60,000 തൊട്ട് 2 ലക്ഷം 3 ലക്ഷം വരെ ആ കമ്പനി ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കാം എന്നുള്ള ഒരു ഉറപ്പുമേലാണ് ഒരു ഫോറിൻ സിറ്റിസനെ നിങ്ങൾക്ക് ഹയർ ചെയ്ത് ഒരു ഫോറിൻ കൺട്രിയിലേക്ക് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾ എഫിഷ്യന്റ് അല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവരുടെ പരിപാടി ഊരാന്നുള്ളതാണ് കമ്പനിയുടെ നല്ല കമ്പനികൾ ചെയ്യുന്നത്. ഇപ്പൊ നല്ല കമ്പനികൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ടാക്സ് ഓഫീസിൽ വിളിച്ചു പറയും, ഇവനെ ഞങ്ങൾ എംപ്ലോയർ ലിസ്റ്റിൽ എടുത്ത് കളയുന്നു, കാരണം ഇവന്റെ പേരിൽ ഇനി ടാക്സ് അടയ്ക്കാൻ വയ്യ, കാരണം ഇവൻ പണിക്ക് വരുന്നില്ല, ഇവനെ കാണാനില്ലേ, 3-4 ദിവസമായിട്ട് ഇവൻ എവിടെ മുങ്ങിണ്ടെന്ന് കണ്ട അപ്പൊ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ വിസ ക്യാൻസൽ ആവും. അപ്പോൾ നിങ്ങൾ 5 ലക്ഷം 10 ലക്ഷം കൊടുത്ത് പോയാലും ഏതെങ്കിലും ബോർഡറിൽ നിങ്ങൾ പിടിക്കപ്പെടും. അപ്പൊ നിങ്ങൾ ഈ ഡീല് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു ലൈസൻസ്ഡ് കമ്പനിക്ക് ഇല്ലാത്തൊരു വേക്കൻസി നിങ്ങളാണ്, അങ്ങനത്തെ ഒരു ഓഫറാണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ഏജന്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തോ അതിങ്ങനെ അവർക്ക് കിട്ടണേ. അത് നിങ്ങൾ ആദ്യം അതിന്ന് ആലോചിക്കുക. നിങ്ങൾ ഇപ്പോൾ ഇന്നൊരു വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കൺട്രിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ലൈസൻസ്ഡ് കമ്പനി ഇല്ലാത്ത വേക്കൻസി എങ്ങനെ ഈ ഏജന്റിൽ കിട്ടും നിങ്ങൾ ആലോചിക്കുക. അപ്പൊ അങ്ങനെ ഒരു വസ്തുത ഇല്ല. പിന്നെ ഇത് എങ്ങനെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കമ്പനികൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ കണ്ടുകൊണ്ട് ഈ വർക്ക് വിസ എന്നുള്ള ഓപ്ഷൻ വിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഒരു ഇച്ചിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ വേക്കൻസീസ് അവർ വിൽക്കും. അതും ഈ ഏജൻസിന് തന്നെ കൊടുക്കും. അപ്പൊ അങ്ങനെ ഏജൻസി ആൾക്കാരെ കൊണ്ടുവരും, കമ്പനിക്കും ഒരു തുക കൊടുക്കും. പക്ഷെ അങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങളും പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. കാരണം ഇതേ സംഭവം അവിടെ സംഭവിക്കും. വരുന്ന ആൾക്കാർ വലിയ പൈസ കൊടുത്ത് വരും, അവർ വലിയ എക്സ്പെക്ടേഷൻ ആയിട്ട് വരും, അവൻ 5-6 മാസം കിട്ടുമ്പോൾ അവൻ ചാടിപ്പോവും. അപ്പോൾ ആ കമ്പനിയിൽ ചിലപ്പോൾ ആദ്യത്തെ സെറ്റിൽ 50 പേര് 100 പേര് കയറി പോയിട്ടുണ്ടാവും. കമ്പനി പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇവർ. പക്ഷേ ഇമിഗ്രേഷന്റെ മുമ്പിൽ അവർ ചെയ്യുന്നത് ഒരു ശരിക്കും ഹൈ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇല്ലീഗൽ ഇമിഗ്രേഷനെ ഒരു വകുപ്പ് യൂസ് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ഇത്. അപ്പോൾ ആ കമ്പനി ഇന്നല്ലെങ്കിൽ നാളെ അവര് പിടിക്കപ്പെട്ട് ആ കമ്പനിയും അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അങ്ങനത്തെ ലോകത്തില്ലാത്ത ഡീല് നിങ്ങൾക്ക് ആരെങ്കിലും തരുമ്പോൾ ആ ഡീലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ഐഡിയ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ അധികം സ്കാം നടക്കില്ല. ഈ ഈസിലി രക്ഷപ്പെടാം എന്നുള്ളൊരു സ്കീം ആർക്കെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് സെല്ല് ഉണ്ടെങ്കിൽ വെറുതെ ഒരു വാട്സപ്പ് ഉള്ളത് കൊണ്ടോ ഒരു ഇൻസ്റ്റാഗ്രാം ഉള്ളത് കൊണ്ടോ വേറൊരു രാജ്യത്തുള്ളത് കൊണ്ട് മാത്രം നിങ്ങളത് ചെയ്യാതിരിക്കുക. രണ്ടാമത് ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇവിടെ വന്ന് പെട്ട് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി യൂറോപ്പിൽ എത്തി, ഇവിടുന്ന് വീടിന്ന് കടവും മേടിച്ച് നിങ്ങൾ കയറിപ്പോയി അവിടെ എത്തിയിട്ട് ഇല്ലീഗൽ ആവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അവിടെ എത്തിയ പിള്ളേരോടും ആൾക്കാർ പറയും ഇവിടെ നിനക്ക് ഇത്ര ശമ്പളം എന്നുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി ശമ്പളം അപ്പുറത്തെ രാജ്യത്ത് കിട്ടും. ഇവിടെ നടക്കുന്നതിലും കൂടുതൽ സ്കാം നടക്കുന്നത് അവിടെയാണ്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരെ ഇവിടെ ഒരുപാട് ഇന്ത്യയിൽ നിൽക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, അവരും ഈ ഏജൻസും അവരെ പറ്റിക്കണമെന്ന് വിചാരിച്ച് ചെയ്യണതല്ല. ഒരു സ്കീമുണ്ട്, ആ സ്കീം നടന്നു, 100 പേര് കയറ്റി വിട്ടു, അവർ കാശുണ്ടാക്കി. എന്നാൽ പിന്നെ അടുത്ത 500 പേരെ പിടിക്കാന്നത് 500 പേരെ പിടിക്കുമ്പോഴാണ് 1-2 സെറ്റ് ചിലപ്പോൾ ശരിയാവും. 3ാമത്തെ സെറ്റിലാണ് അവർ ട്രാപ്പ് ആവുന്നത്. കാരണം ഇത് ഐഡിയ എന്നെ ഒരു ഗവൺമെന്റിനെ പറ്റിക്കുന്ന ഒരു ഐഡിയ ആണ് നടക്കുന്നത്. അപ്പോൾ അവരത് ഐഡന്റിഫൈ ചെയ്യുന്നു. സെക്കൻഡ്, അവിടെ നിൽക്കുന്ന വർക്കേഴ്സ്, അവിടെ ഓൾറെഡി ജോലി ചെയ്യുന്ന സ്റ്റുഡൻസ് ആയാലും വർക്കേഴ്സ് ആയാലും അവരിങ്ങനെ വർക്കേഴ്സ് ഓഫർ ചെയ്ത് അവിടെ നിന്ന് പൈസ കൊടുത്ത് കയറി പോകണം. അപ്പൊ ഞാൻ അതിലും കുറെ സ്കാം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു 10-16 വർഷത്തിന്റെ പ്രവാസി ജീവിതത്തിൽ എല്ലാ വർഷവും ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് ഇങ്ങനെ അബ്സ്കോണ്ട് ആവുന്ന വിഷയം, കുറെ പേര് പെടുന്ന വിഷയം ത്രൂ ഔട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതും നമ്മൾ അതിലും ഇവര് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിസ ആണ് നിങ്ങളുടെ വിദേശത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് വസ്തുത. ആ വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഉള്ളൂ. വൺസ് ആ വിസ ഇപ്പോൾ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് മിനിറ്റ് വെച്ച് അവർ ക്യാൻസൽ ചെയ്യും. ഈ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ
ഈ ഇത്രയും പൈസ ഫിനാൻഷ്യൽ ലൈബിലിറ്റി ഉള്ള ആൾക്കാർ അറിയാതെ പോയിട്ട് ലീഗലി മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങളൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യും, നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടി, അവിടെ വിസ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഈ വിസ ഇവിടെ ജോലിക്ക് പോകാണ്ടായാലോ ക്ലാസ്സിൽ പോകാണ്ടായാലോ കുഴപ്പമില്ല. ഇത് കിട്ടുന്ന ഒരു ഏജന്റിന്റെ വാക്കിന്റെ ഉറപ്പിന്റെ പുറത്ത് നിങ്ങൾ നിങ്ങളുടെ പാരന്റ് കമ്പനീന്റെയോ പാരന്റ് യൂണിവേഴ്സിറ്റിനെയോ നിങ്ങൾ അവരുടെ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാതെ നിങ്ങൾ ഇതിൽ കമ്മിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കാർഡ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇല്ലീഗലായി. വൺസ് നിങ്ങൾ ഇല്ലീഗലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അവിടെ തീരാണ്. നിങ്ങൾക്കത് കുറെ കുട്ടികൾ അവരുടെ വിഷമം വീട്ടിൽ പോലും പറയാൻ പറ്റാതെ ഇങ്ങനത്തെ ചതിക്കുഴിയിൽ പെട്ട് ലോക്കായി എടുക്കുന്നുണ്ട് പല രാജ്യത്തും. പറയുമ്പോൾ ഒരു യൂറോപ്പിലാണെന്ന് പറഞ്ഞാലും കാർഡില്ലാണ്ട് നിൽക്കണ ഒരു സ്ഥിതിവിശേഷമാണ്. പിന്നെ അവിടെ നിന്ന് ഒരു രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലീഗലി മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയായതിനു ശേഷം മാത്രം കൂടുതലും നിങ്ങൾ കമ്പനികൾ നേരിട്ട് പോയി നിങ്ങളുടെ വേക്കൻസി അന്വേഷിച്ച് മാറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു വിസ ശരിയായതിന് മാത്രം നിങ്ങൾ നിങ്ങളുടെ പേരന്റ് കമ്പനി ആയിട്ടുള്ള പല വിസ റിജക്ഷനും ക്യാൻസലേഷനും ഒക്കെ പല കാരണങ്ങളാലും ഉണ്ടാവും. നമുക്ക് ചിന്തിക്കാൻ എല്ലാ മാസവും എല്ലാ ദിവസവും ഒരു റിജക്ഷന് പുതിയൊരു കാരണമായിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു പ്രോബ്ലമാണ്, എക്സ്പെക്ട് ചെയ്യാത്തൊരു തടസ്സം ഉണ്ടാവാൻ പോണത്. അപ്പൊ നമുക്കും കൂടി പറയാൻ പറ്റില്ല. അപ്പൊ കാര്യം കൈ കിട്ടിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ പാരന്റ് കമ്പനി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിർത്തണം. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായി പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ബോർഡർ ക്ലോസ് ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒക്കെ പോലീസ് പിടിക്കുക. രണ്ടാമത്തെ കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, വിദേശത്ത് ബോർഡർ ക്രോസ് ചെയ്യുന്ന നേരത്തെ തന്നെ കുറെ പേപ്പർക്ക് ആൾക്കാർക്ക് ഇതേപോലെ കാർഡില്ലാതെ, ഞാൻ അതും ഒരു വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാർഡില്ലാതെ ഉള്ള സുഹൃത്തുക്കൾ ഉണ്ടാവുമായിരിക്കും. അത് ചിലപ്പോൾ അവർ തുറന്നു പറയില്ല, അല്ലെങ്കിൽ പരിചയക്കാരുണ്ടാവുമായിരിക്കും. പല സ്ഥലത്തും ഈ ബോർഡർ കാറിലൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ലിഫ്റ്റ് കൊടുത്ത് വണ്ടിക്ക് ചെലവിന് റേറ്റ് കുറവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സമയത്തായിരിക്കും കൂടെ പോയ ആൾക്കാരെ വരെ പിടിക്കും. കാരണം അവരറിയില്ല, അവരെ പോലീസ് കാണുന്നത് ഇവനെ കൊണ്ടുപോണ ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഇവനെ മൈഗ്രേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ബോർഡർ വല്ല ട്രാവലിംഗ് ഐഡിയാസ് ഒക്കെ നടത്തുന്ന പിള്ളേരാണെങ്കിൽ അപ്പുറത്തെ ആൾക്ക് വിസ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താതെ പെട്ടിട്ടുള്ള കുറെ കേസസ് ഉണ്ട്, ഒരുപാട് കേസസ് ഉണ്ട്. നമ്മൾ യൂറോപ്പിലൊക്കെ പോയി കാണുന്ന എല്ലാവരെങ്കിലും കാർഡ് ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല. അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന നേരത്തെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ലീഗൽ ഐഡീസ് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അത് എൻ്റെ ഒരു ചെറിയൊരു അഡ്വൈസാണ്. പറഞ്ഞു വന്നത് ഇവിടെയും ഫ്രോഡ് ഉണ്ട്, അവിടെയും ഫ്രോഡ് ഉണ്ട്. നേരായ വഴിയിലൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സേഫായി നിൽക്കാം അല്ലേ? നേരെ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് വിസയിൽ പോവുകയാണെങ്കിൽ നിങ്ങളെ ജോലി ചെയ്യാൻ തയ്യാറായി പോവുക, കമ്പനിയിൽ നിൽക്കുക, എന്നിട്ട് ലീഗലി മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ലീഗലായിട്ടുള്ള ഏജന്റ് മുഖാന്തരമാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരു വഴി പോകുന്ന ഒരു ഏജന്റിന് നിങ്ങൾ കൊണ്ടുപോയി പൈസ കൊടുത്ത് നിങ്ങളുടെ പൈസ 10 ലക്ഷം 15 ലക്ഷം പോയാലും അവൻ 100 പേരെ ഇതൊരു സാമ്പത്തിക കുറ്റമായതുകൊണ്ട് മാത്രം പോലീസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സിനിമയിലാണ പോലെ ഡീസൽ അടിച്ച് പോയി അന്വേഷിക്കാനൊന്നും പോയില്ല. കാരണം ഇങ്ങനെ ഡെയിലി ഒരുപാട് സ്കാമിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ പൈസ തിരിച്ചിട്ടാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം. വളരെയധികം സൂക്ഷിക്കുക. കാരണം കുറെ പേര് വിദേശത്തുണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ എൻ്റെ ഒരു ബന്ധു എൻ്റെ കൂട്ടുകാരനുണ്ട് എന്നെ നിങ്ങളിലും കൊണ്ടുപോകാൻ 5 ലക്ഷം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏജൻസിനെ ഉണ്ടാക്കാതിരിക്കുക. ഇവിടെ ഗവൺമെന്റ് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ ലൈസൻസ്ഡ് കമ്പനീസിനെ ഇവിടെ നിങ്ങളുടെ പബ്ലിക്കിന്റെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിന്റെ അവയർനെസ് ഉണ്ടാക്കുക, ഇതിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുക, കൂടുതൽ വായിക്കുക, ചെന്ന് കണ്ട് സംസാരിക്കണം, പറ്റുന്നോട് ചെന്ന് കണ്ട് സംസാരിക്കുക. നിങ്ങൾക്ക് ഉറപ്പ് കൂടുതലും പേയ്മെന്റ് അഡ്വാൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് വേറൊരു പ്രത്യേകമായി ഞാൻ പറയുന്നത്. വലിയ പേയ്മെന്റ്സ് ഒന്നും നിങ്ങൾ കൊടുക്കാതിരിക്കുക. വലിയ പേയ്മെന്റ്സ് ആദ്യമേ കൊടുത്തു കഴിയുമ്പോഴാണ് ഈ പ്രശ്നം. കാരണം അതും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഈ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്കിൽഡ് വർക്കേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വെൽഡർ, ഇവരുടെയൊക്കെ സ്കില്ല് അപ്പുറത്തുള്ള ഒരു എംപ്ലോയർ, ഫോറിൻ എംപ്ലോയർ എങ്ങനെ അസസ് ചെയ്യാം? അതാണ് നേരത്തെ പറഞ്ഞ ഒരു ലൈസൻസ്ഡ് കമ്പനി ആണെങ്കിൽ അതിന്റെ പ്രിലിമിനറി ചെക്കിന് വേണ്ടിയിട്ടാണ് 1000 ആപ്ലിക്കൻസ് 100 പേരെ സെലക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി ഒരു ഫോറിൻ കമ്പനിയിൽ ഇരിക്കുന്ന ആൾക്ക് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ ഇവർ കോൺട്രാക്റ്റുള്ള റിക്രൂട്ടിംഗ് കമ്പനിക്ക് ഇവർ കൊടുക്കണം. അപ്പോൾ പ്രിലിമിനറി ചെക്ക് നടത്താനുള്ള റൈറ്റും കൂടിയാണ് അവർ കൊടുക്കണം. അപ്പോൾ അവർ ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്തതിന് ശേഷം വീഡിയോ പ്രൊഫൈൽ ചെക്ക് ചെയ്യും. ആദ്യം ക്വാളിഫിക്കേഷൻസ്, വർക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ് ചെക്ക് ചെയ്യും. സ്കിൽസ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്കിൽ സെറ്റ് ആണെങ്കിൽ ആ വീഡിയോസ്, അത് പ്രത്യേകിച്ച് അങ്ങനെ സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ ജോലി ആണെങ്കിൽ നിങ്ങളുടെ അതിന്റെ വീഡിയോസും കൂടി, കാരണം CV അടിക്കാനും ഇപ്പൊ നമ്മളായാലും നമ്മൾ കുറെ കമ്പനീസിൽ പോയി സംസാരിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഇതൊക്കെ 10 രൂപ കൊടുത്ത് കിട്ടുന്ന സാധനമാണെന്നുള്ളത് അവർക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ സ്കില്ലിന്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് വെച്ച് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യത നല്ല ക്വാളിറ്റിയിൽ. ഉദാഹരണം ഒരു വെൽഡർ ആണെങ്കിൽ അവന് ആളുടെ ഏതൊക്കെ ടൈപ്പ് വെൽഡിംഗ് ആണ് ആൾ ചെയ്യണേ, എന്തൊക്കെ ടൈപ്പ് കാര്യങ്ങളാണ് ആൾ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെലക്ഷന്റെ സാധ്യത കൂടും.
പിന്നെ ഇവിടുന്ന് മൈഗ്രേറ്റ് ആയി അവിടെ എത്തിയ ശേഷമുള്ള ജീവിത സാഹചര്യം, ഫാമിലിനെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത, PR, അതിന്റെയൊക്കെ ഒരു പോസിബിലിറ്റി എങ്ങനെയാണ്? അല്ല, ഇതിപ്പോ ഏത് പ്രായത്തിൽ പോവാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പോകുമ്പോൾ കുറെ ഇന്ത്യൻസ് ഉള്ളിടത്താണെങ്കിൽ അവരെങ്ങനെയൊക്കെ സെറ്റായി പോകും. കൂടുതൽ അവര് സെറ്റായി പോകുന്ന സമയത്ത് തന്നെ അവന് ചിലപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും. നാട്ടിൽ ചിലപ്പോൾ 20,000 ശമ്പളം കിട്ടുന്ന ആളായിരിക്കും അവിടെ പോയിട്ട് 1 ലക്ഷം രൂപ കിട്ടണേ. പക്ഷെ അവന് ഈ ഏജന്റിന് ചിലപ്പോൾ 10 ലക്ഷം എടുത്തിട്ടായിരിക്കും അവൻ പോയത്. അപ്പൊ അവന്റെ ആവശ്യം എങ്ങനെയും ഒരു 20 ലക്ഷം ഉണ്ടാക്കണമെന്നായിരിക്കും. ഏജന്റ് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കാന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവൻ സാമ്പത്തികമായി കുരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പൊ അവൻ വീണ്ടും എന്നാ പിന്നെ 4 ലക്ഷം കിട്ടുന്ന സ്ഥലത്തേക്ക് ചാടാൻ നോക്കും. അപ്പൊ അവൻ വീണ്ടും വിടും. ചാടണേൽ നിങ്ങൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകണ്ടെന്നല്ല, അത് കയ്യെ കിട്ടിയതിന് ശേഷം മാത്രം. അവർക്കും അറിയാലോ, കമ്പനീസിനും അറിയാലോ. കമ്പനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ചെയ്ത് നിങ്ങളെ വിസ എടുപ്പിച്ച് നിങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചിട്ട് നിങ്ങൾ ചാടി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ നിങ്ങൾ ചാടി പോകണതിന്റെ ഒരു സ്മെല്ല് അവർക്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവർ നിങ്ങളുടെ വിസ നേരത്തെ പറഞ്ഞ സ്ഥിതിവിശേഷത്തേക്ക് എത്തും. നിങ്ങൾ അവിടെ പിടിച്ച് കുറച്ച് ഇനീഷ്യലി ഇച്ചിരി ഡിഫിക്കൽട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവരുടെ ലേബർ ലോസ് ഒക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ അങ്ങനെ അന്യായമായി പണിയെടുപ്പിക്കുക, വളരെ പുവർ വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക, സേഫ്റ്റി ഇല്ലാത്ത സ്ഥലങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ്. പണിയില്ലാത്ത സാഹചര്യം വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അവിടുത്തെ ലേബർ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മിനിമം സാലറി എങ്കിലും തരണം. ചില സാഹചര്യങ്ങളിൽ പണി കുറവുള്ള സിറ്റുവേഷൻ വരാം. പണി കുറവുള്ള സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് മിനിമം സാലറി നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ പണിയുള്ള സമയത്ത് അവർ ബാലൻസ് ചെയ്ത് അത് ചെയ്യുകയാണ് സാധാരണ ചെയ്യല്. ഇപ്പോൾ ഒരു കമ്പനി ഒരു കോൺട്രാക്ട് ചെയ്യണ നേരത്ത് വെതർ കണ്ടീഷൻസ്, മറ്റു പല ബിസിനസിൻ്റെതായ പലതായ പ്രശ്നങ്ങൾ കൊണ്ട് വർക്കില്ലാത്ത സാഹചര്യം വരാം. അപ്പോൾ പെട്ടെന്ന് അപ്പുറത്തെ കൺട്രിക്ക് ചാടാൻ പോയി കഴിഞ്ഞാൽ അവിടെയും 4 മാസം കഴിഞ്ഞാൽ അവിടെ അതേ പ്രശ്നം വരും. ഇത് ബിസിനസ് ഉള്ള പോലെയും ഓരോ പ്രൊജക്റ്റുകളുള്ള പോലെയാണല്ലോ വർക്കേഴ്സിനെ. പക്ഷെ ഒരു കൊല്ലത്ത് നമ്മുടെ നാട്ടിലെ പോലെ നീ 10 ദിവസത്തേക്ക് വരണ്ടാന്നൊരു 1 ഇയർ കോൺട്രാക്ട് ആണല്ലോ. അപ്പോൾ ചില പീരീഡിൽ നിങ്ങൾക്ക് വർക്കില്ലാത്ത സാഹചര്യം വരാം. അപ്പോൾ അത് മനസ്സിലാക്കുക. അവിടുത്തെ ക്ലൈമറ്റ്സും അവിടുത്തെ കണ്ടീഷൻസിനെയും മനസ്സിലാക്കുക. നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത രാജ്യങ്ങളിൽ സ്പൗസിനെ കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടത്തേക്കും സ്പൗസിനെ കൊണ്ടുപോകാം. നിങ്ങളൊരു വർക്ക് വിസയിലാണ് പോണത് എങ്കിൽ ഒരുവിധം എല്ലാ രാജ്യത്തും ഒരുവിധം എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. ചില രാജ്യങ്ങളിൽ എനിക്ക് അറിയില്ല, എന്നാലും ഒരു ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആയാലും വേറെ വെസ്റ്റേൺ കൺട്രീസ് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുപോകാം, നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകാം. അവരുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹിതരായ ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് അവരുടെ റൈറ്റ് ആണ്. അപ്പോൾ അതിനൊരിക്കലും ഗവൺമെന്റ് എതിര് നിൽക്കില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു വർക്ക് വിസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയും കുട്ടികളെയും കൊണ്ടുവരാം. വൈഫിന് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതുക്കെ നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ പറ്റും. പക്ഷെ ഇനീഷ്യലി നിങ്ങൾക്ക് കൊണ്ടുവരുന്നതും ഒരു ചലഞ്ചിങ് ആയിരിക്കും. പക്ഷെ അവിടെ അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക. ഒരു പുതിയ രാജ്യം പോയി എപ്പോഴും നല്ലത് വേണമെന്ന് പറഞ്ഞ് ചാടി ഇരിക്കുന്നതിൽ നല്ലത് കുറച്ചെല്ലാം സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. മലയാളികളുടെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാടി നിൽക്കണ കാരണം അവന് ആ കമ്പനിയിലുള്ള കയറ്റം കിട്ടാത്ത സാഹചര്യം വരും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറെ പേര് ചാടിപ്പോയി. ആ ചാടിപ്പോയവർ ഒരിക്കലും എത്തിയിട്ടില്ല. എന്നാൽ നിന്നുപോയമാര് ആ കമ്പനിയിൽ തന്നെ അവർ ബെറ്റർ, കാരണം അവർക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒരു നല്ല വർക്കറാണെന്നുള്ളൊരു ട്രസ്റ്റ്, ആ ലോയൽറ്റി വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും സപ്പോർട്ട് ചെയ്യും. ചില സമയത്ത് സ്റ്റേ ചെയ്യാന്നുള്ളതാണ് സക്സസ് ആവാനുള്ള വേറൊരു ഭാഗ്യം, വേറൊരു റീസണായി മാറുന്നത്. അതുപോലെ തന്നെ ഒരു കൺട്രിയിൽ അവിടുത്തെ ഒരു ലാംഗ്വേജ് ഉണ്ടാവും, പ്ലസ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഈ സ്കിൽഡ് വർക്കേഴ്സ് പോലുള്ള ഇലക്ട്രീഷ്യൻ, വെൽഡേഴ്സ് അങ്ങനെ പോലുള്ളവർക്ക് ഇംഗ്ലീഷ് പോലും ഫ്ലുവന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാത്തവരുണ്ടാവാം, പക്ഷെ സ്കില്ല് നന്നായിട്ടുണ്ടാവാം. അപ്പൊ അവരവിടെ പോയാൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യും ഈ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ? കമ്മ്യൂണിക്കേഷന് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ. അതിപ്പോൾ നമ്മൾ വർക്ക് പ്ലേസിലായാലും നമ്മൾ പേഴ്സണൽ ലൈഫിലായാലും എവിടെയാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ലാംഗ്വേജ് ബാരിയർ വരുമ്പോൾ അതൊരു സ്ട്രഗിൾ ആണ്. പക്ഷെ ആ സ്ട്രഗിളിംഗ് പീരീഡിൽ എങ്ങനെയും ലാംഗ്വേജ് ബേസിക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ ഗൾഫിൽ പോയിട്ടുള്ള എല്ലാ മലയാളീസും ഹിന്ദി പറയും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ഏത് ലാംഗ്വേജ് ആണെങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. ഏത് ലാംഗ്വേജിന്റെ ബേസിക്സിൽ അറിയാൻ ശ്രമിക്കുക. ലാംഗ്വേജ് പഠിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും അത് അവനൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് പഠിച്ചാൽ അത്രയും അഡ്വാൻറ്റേജും ഉണ്ടാവും. ലാംഗ്വേജ് പഠിച്ചെടുക്കുക, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരോട് വേറെ ഫോറിനേഴ്സ് ആയിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യുക. അവർ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ അത്രയധികം ലാംഗ്വേജ് ബാരിയർ ഉള്ളതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തോളന്നില്ല. പക്ഷെ കാലക്രമേണ വിത്തിൻ 2-3 years ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് വേറൊരു ലാംഗ്വേജ് പറയുന്ന മലയാളീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം ഈ നാട്ടിൽ നിൽക്കും, അത് കഴിഞ്ഞ് ഒരു കൊല്ലം വേറെ രാജ്യത്ത് നിൽക്കും. അതിൽ
നിൽക്കണേലും ഭേദം നിങ്ങളൊരു രാജ്യത്ത് അടുപ്പിച്ച് ചിലപ്പോൾ 3 കൊല്ലോ 5 കൊല്ലോ അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലാംഗ്വേജും കൂടി പഠിച്ച് നിങ്ങൾക്ക് അവിടുത്തെ PR-ന് അപ്ലൈ ആവുന്ന സാധ്യതകളുണ്ട്. അപ്പോൾ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ എത്ര വയസ്സാണെങ്കിലും 35 വയസ്സാണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു 5 വർഷം നിന്നു 40 വയസ്സ് വരെ നിങ്ങൾ സ്റ്റേ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് PR കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലൊരു വേറൊരു കാര്യം വേറെ ഇല്ല. പിന്നെ നിങ്ങൾക്ക് യൂറോപ്പ് ആയാലും വേറെ എവിടെ നിന്ന് വൺസ് നിങ്ങൾക്ക് PR കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് അവർ പുറത്താക്കാൻ സാധ്യത ആ എംപ്ലോയറിനും പുറത്താക്കാൻ പറ്റില്ല, ആർക്കും പുറത്താക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ നിൽക്കണം നിങ്ങളുടെ പുറത്താണ്. അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾ കുറച്ചാൾ പിടിച്ചെന്നാലും നിങ്ങൾക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ അതേപോലെ ടാക്സ് പേയിങ് ആണ്, നിങ്ങൾ കറന്റ് ടാക്സ് പേയിങ് ആണ്. ഇപ്പോൾ നിങ്ങൾ കറന്റ് ടാക്സ് നിങ്ങളുടെ പേരിൽ കമ്പനി അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ആ ഗവൺമെന്റ് ആ രാജ്യങ്ങൾ കൊടുക്കും. ഇപ്പോൾ ടാക്സ് റീഫണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ടാക്സ് ആയിട്ട് പിടിക്കുന്ന പൈസ ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാക്സ് ക്ലെയിം ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഈ വെസ്റ്റേൺ കൺട്രീസ് ആകുമ്പോൾ അതിൻ്റെതായ ഈ തൊഴിലില്ലായ്മ വന്നു കഴിഞ്ഞാൽ തൊഴിലില്ല വേതനം, ഇനി വേറൊരു നിങ്ങളുടെ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് അല്ലെങ്കിൽ വേറെ കുറെ ആനുകൂല്യങ്ങളുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ടാക്സ് അടച്ചൊരു രാജ്യത്ത് നിന്ന് പോകുമ്പോൾ അങ്ങനത്തെ ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യാം. നിങ്ങൾ ചാടി നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവയർനെസ് ഇല്ല. ഒരു രാജ്യത്ത് പോയാൽ അവിടെ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അവിടെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പിന്നീട് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. PR-ലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ്. അത് അല്ലാതെ ഈ കൊല്ലം എത്ര പൈസ ഉണ്ടാക്കാം, ആ കമ്പനിയിൽ എത്ര പൈസ കിട്ടും. യൂറോപ്പിലോ വേറൊരു രാജ്യം ഒരു വെസ്റ്റേൺ കൺട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്സ്റ്റ് ലക്ഷ്യമാവേണ്ടത് PR ആയിരിക്കണം. അപ്പോൾ PR-ന് എന്താ വേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ പൈസയുടെ പിന്നാലെ ഓടിക്കായിട്ട് കാര്യമില്ല. നിങ്ങളൊരു സ്റ്റേബിൾ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വിസയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കൊല്ലം പുതുക്കണം. നിങ്ങളൊരു കമ്പനിയിൽ മര്യാദയ്ക്ക് പണിയെടുത്തില്ലെങ്കിൽ അടുത്ത ആ കൊല്ലം വിസ തീരാറാകുമ്പോഴേക്കും കമ്പനി അടുത്ത പോലത്തെ കോൺട്രാക്ട് അവർ പുതുക്കി തന്നോളന്നില്ല. അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കൊല്ലം ഒന്നെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് പണിക്ക് പോകണം. വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിനുള്ള വിസയും കാര്യങ്ങൾ നിങ്ങൾ പാരലലി ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഒരു ഈ ഡോക്യുമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്താൻ ശ്രമിക്കേണ്ടത് ഒരു PR-ലേക്കാണ്. ഓക്കെ, അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യട്ടെ. എന്തെങ്കിലും ഇൻഫർമേഷൻ ഇനി ഷെയർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന നമ്മുടെ കമ്പനി സബ്സിഡറി ആയിട്ട് ഒരു എംപയർ ഓവർസീസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു കമ്പനി കൂടി ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ് സർട്ടിഫിക്കറ്റ് എന്ന ലൈസൻസ് വളരെ കഷ്ടപ്പെട്ട് തന്നെ കിട്ടി. അതിനുള്ള ഓതറൈസ്ഡ് റിക്രൂട്ടിംഗ് ഏജന്റ് ആണ് നമ്മളിപ്പോൾ. നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ യൂറോപ്പിലാണ് വാക്കൻസികൾ ഉള്ളത്. നമ്മൾക്ക് ഇനി വരുന്ന വാക്കൻസികളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള എംപയർ ഓവർസീസ് എഡ്യൂക്കേഷനിലും എംപയർ ഓവർസീസ് റിക്രൂട്ട്മെന്റിലും പബ്ലിഷ് ചെയ്യുന്നതാണ്. 2 ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. യൂട്യൂബ് ഫോളോ ചെയ്യാം, 2 ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ 2 പേജിലും വരുന്ന വാക്കൻസികൾക്കുള്ള സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക. നമ്മൾ ത്രൂ മൈഗ്രേറ്റ് ചെയ്യാം. നമ്മൾക്ക് നല്ല സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇനിയുള്ള വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. താങ്ക് യു.